ഹരേ കൃഷ്ണ. നമുക്കിന്ന് കാണാം എങ്ങനെയാണ് മന്ത്രം വർക്ക് ചെയ്യുന്നതെന്ന്. പണ്ട് കാലത്ത് നമ്മുടെ അച്ഛനമ്മമാർ പറഞ്ഞു കൊടുത്ത് ഒരു ശ്ലോകം പറയുമായിരുന്നു. കരാഗ്രേ വസതി ലക്ഷ്മി, കരമൂലേ സരസ്വതി, കരമധ്യേതു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. അതിൻ്റെ അർത്ഥം വെളുപ്പാങ്കാലത്ത് തന്നെ എണീക്കുമ്പോൾ നമ്മുടെ കൈ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് ലക്ഷ്മി ദേവി കരങ്ങളുടെ അറ്റത്ത്, സരസ്വതി ദേവി കരങ്ങളുടെ താഴ്ഭാഗത്ത്, എന്നിട്ട് നടുക്ക് ഗോവിന്ദനെ നമുക്ക് കാണാൻ പറ്റണം. ഈ ശ്ലോകം യുഗങ്ങളായിട്ട് നമ്മൾ പറഞ്ഞ് ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. എല്ലാവരും രാവിലെ എണീക്കുമ്പോൾ അവരുടെ മൊബൈൽ എടുത്തിട്ടാണ് നോക്കുന്നത്, എത്ര പൈസ കിട്ടി. പിന്നെ മൊബൈൽ വഴി കുറേ പഠിത്തങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഭഗവാന്റെ സ്പിരിച്വൽ കാര്യങ്ങളും അതിൻ്റെ ഇൻപുട്ടും നമുക്ക് കുറേയൊക്കെ മൊബൈൽ വഴിയാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇതിൻ്റെ അർത്ഥം നമ്മൾ പറയുന്ന ഓരോ ശ്ലോകത്തിനും മന്ത്രത്തിനും അർത്ഥമുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടും ഒരു ദിവസം നമുക്ക് പ്രതീക്ഷിക്കാം. പലർക്കും ഇപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനത്തെ പല ആപ്സ് വഴിയാണ് പൈസ കിട്ടണത്. ഓൺലൈൻ പഠിത്തമൊക്കെ ഇപ്പോൾ മൊബൈൽ വഴിയാണ്. കൊറോണ കഴിഞ്ഞിട്ട് സ്പിരിച്വൽ പഠനവും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് വരുന്നത്. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ കണ്ടു കാണും, ചില ആൾക്കാർ അവരെ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില നുണകൾ പറയും. പക്ഷെ പറഞ്ഞ് ചിലപ്പോൾ ആ നുണം സത്യമായിട്ടും മാറാറുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വാക്കിനൊരു വിലയും ശക്തിയും അതിൻ്റെ റിസൾട്ടൻ്റ് ആക്ഷനും വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ മൊബൈലിനെ എല്ലാവരുടെയും മനസ്സ് ചീത്തയാക്കണു, അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്നു എന്നൊക്കെ അങ്ങനെ ശപിക്കാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്: മൊബൈൽ നമ്മളെ യൂസ് ചെയ്യാതെ നമ്മൾ മൊബൈലിനെ യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഓരോരുത്തർക്കും അവരവരുടെ ജീവിത ലക്ഷ്യമുണ്ടാവും. അപ്പോൾ ആ ജീവിത ലക്ഷ്യത്തിനോട്ട് മുന്നേറാൻ നമുക്ക് ഈ മൊബൈൽ പല രീതിയിലും യൂസ് ചെയ്യാം. സോഷ്യൽ മീഡിയ എല്ലാം യൂസ് ചെയ്ത് കുറേ ആൾക്കാർ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ശ്രീല പ്രഭുപാദൻ നമുക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഫൽഗു വൈരാഗ്യവും യുക്തവൈരാഗ്യവും തമ്മിലുള്ള വ്യത്യാസം. അതേസമയം നമ്മൾ കേട്ടിട്ടുണ്ടാവും ബ്രഹ്മസത്യം ജഗന്മിഥ്യ. അതായത് ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒരു സത്യമുണ്ട്, പക്ഷെ ഭൗതികമായ കാര്യങ്ങളൊക്കെ തെറ്റാണ്, നുണയാണ്, ടെമ്പററിയാണ്, ഫോൾസ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ശ്രീല പ്രഭുപാദർ ഈ തെറ്റിദ്ധാരണയെ മാറ്റി പറയണു. ബ്രഹ്മസത്യമാണെങ്കിൽ ബ്രഹ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ കൃഷ്ണനിൽ നിന്ന് വരുന്നതും സത്യമാവണമല്ലോ. അതുകൊണ്ട് ഈ ഭൗതിക പ്രപഞ്ചവും സത്യമാണ്, ഇറ്റ് ഇസ് റിയൽ എന്നാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. ജഗൻ മിഥ്യ ആണെന്ന് വിചാരിച്ചിട്ടാണ് പല സന്യാസിമാരും അതെല്ലാം ത്യജിച്ചിട്ട് വനവാസത്തിലോട്ടോ സന്യാസം എടുക്കാനോ എന്തെങ്കിലും അവരെല്ലാം ത്യജിച്ചിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ അർത്ഥമാണ് ഫൽഗു വൈരാഗ്യം. പക്ഷേ നമ്മൾ ഓർത്തു നോക്കണം, എല്ലാം കൃഷ്ണനിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എല്ലാം കൃഷ്ണന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയും ഒരു സത്യമുണ്ട്. നമ്മുടെ കയ്യിലുള്ളതെല്ലാം നമ്മൾ കൃഷ്ണന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ യുക്തവൈരാഗ്യമാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മൊബൈൽ ഫോണോ, നമുക്ക് കിട്ടുന്ന കാറോ, ബൈക്കോ, കമ്പ്യൂട്ടറോ, എന്ത് പുതിയ മെഷീനോ എന്താണെങ്കിലും നമുക്ക് കൃഷ്ണന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെതായ യുക്തമായിട്ടുള്ള ഉപയോഗം വെച്ച് നമുക്ക് കൃഷ്ണന് വേണ്ടി എല്ലാ കാര്യങ്ങളും, എല്ലാ സാധനങ്ങളും നമുക്ക് കൃഷ്ണന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഒന്നിനെയും മിസ്യൂസോ അബ്യൂസോ ചെയ്യാതെ, നമ്മുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാതെ എല്ലാം നമ്മൾ കൃഷ്ണന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ യുക്ത വൈരാഗിയാവുന്നു, യഥാർത്ഥ സന്യാസിയാകുന്നു. ഹരേ കൃഷ്ണ.